ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത് ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ്, ഇല്ലെങ്കിൽ ഏതൊക്കെ ഡെവലപ്മെന്റ്സുകളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നതിന് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന സമയം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ്. ഇതിൽ നിന്നും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുവരെ വന്നിട്ടുണ്ട്. ഒത്തിരിയും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രമാത്രം ഇല്ല. എന്നിരുന്നാൽ പോലും ചില ആക്ടുകൾ, ചില സിസ്റ്റംസ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. സോ നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല. ജസ്റ്റ് എല്ലാം വളരെ കണ്ടന്റ് ആയിട്ട് മാത്രമുള്ളത് മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അല്ലാതെ എലാബറേറ്റഡ് ആയിട്ടുള്ള നോട്ടൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്താണോ അത് മാത്രമാണ് ഈ നോട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത്രയും മാത്രം റീഡിങ്സേ നിങ്ങൾക്ക് ഇതിന് ആവശ്യമുള്ളൂ. സോ ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമേ ചോദിക്കട്ടെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാ ഇന്ത്യയിലോട്ട് വന്നേ? ഇന്ത്യയിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാ വന്നേ? ഏത് കാലഘട്ടത്തിലാ? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ആയിരത്തി അറുന്നൂറുകളാണ് അല്ലേ? ഓക്കെ, 1600-കളിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. ഇനി എന്തിനാ അവരിവിടെ വന്നത്? ആക്ച്വലി നമ്മളെ ഒരു കൊളോണിയൽ രാജ്യമാക്കി വെക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ അവരിങ്ങോട്ടേക്ക് എത്തിയത്? കൊളോണിയൽ കൺട്രി ആക്കി, ട്രേഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലേ വന്നത്? എന്തായിരുന്നു നമ്മുടെ ഏറ്റവും ബെനിഫിറ്റ്? ഇല്ലെങ്കിൽ ലോകം മുഴുവനും ഇന്ത്യ എന്ന് പറയുന്നത് ഏതിന്റെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? സ്പൈസസിന്റെ പേരിലായിരുന്നു അല്ലേ അറിയപ്പെട്ടിരുന്നത്? ഇന്ത്യയിൽ ധാരാളം സ്പൈസസ് ഉണ്ട്, അത് നമ്മുടെ ഭയങ്കരമായിട്ടുള്ളൊരു മുഖമുദ്രയാണ് എന്നൊക്കെ ലോകത്തിൽ മുഴുവനും ഒരു പറച്ചിലുണ്ടായിരുന്നു. അതിന്റെ ബേസിസിലാണ് ആക്ച്വലി ബ്രിട്ടീഷുകാർ നമ്മുടെ ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ട്രേഡ് പർപ്പസിന്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, ബ്രിട്ടീഷുകാരാണോ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ട്രേഡിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ട്രേഡേഴ്സ്? വേറെ ആരാ വരുന്നത്? പോർച്ചുഗീസ്, അറബികൾ. രണ്ട് ആൻസേഴ്സ് പറഞ്ഞു. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? പോർച്ചുഗീസുകാരും വന്നിട്ടുണ്ട്, അറബികളും വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഫസ്റ്റ് വന്നവർ എന്ന രീതിയിൽ അറിയപ്പെടാറുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും രണ്ട് ആസ്പെക്റ്റിലാണ് വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് എന്താ? അറബികൾക്ക് എന്താണ് വിശേഷണം ഉള്ളത്? ഇന്ത്യയിൽ വന്നിട്ടുള്ള അറബികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയപ്പെടുന്നത്? കച്ചവടത്തിനായിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ വിദേശീയരായിട്ടാണ് ആരെ അറിയപ്പെടുന്നത്? അറബികളെ അറിയപ്പെടുന്നത് അല്ലേ? പോർച്ചുഗീസുകാരാണെങ്കിലോ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് അല്ലെ? ഇന്ത്യയിൽ കച്ചവടത്തിനായിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസ്. ഫസ്റ്റ് ഫോറിനർ ആണ് അറബ്സ് എന്ന് പറയുന്നത്. തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല കേട്ടോ. PSC പൊതുവെ ചോദിക്കാറുണ്ട്. സെറ്റിന് അങ്ങനെ കണ്ടിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾ ഇനി PSC ഒക്കെ എഴുതുന്നത് അതിനൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി പോർച്ചുഗീസ് കഴിഞ്ഞാൽ പിന്നെ ആരാ വന്നിട്ടുള്ളത്? പോർച്ചുഗീസ് കഴിഞ്ഞ് ആരാ വരുന്നത്? പോർച്ചുഗീസ് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ള വിദേശീയരാരാ? ഐ മീൻ യൂറോപ്യൻസ് ആരാ? ഡച്ച് ആണ് അല്ലേ? പിന്നെയോ ഡച്ച് കഴിഞ്ഞ ഡച്ച് കഴിഞ്ഞാണ് ആര് വരുന്നത്? ബ്രിട്ടീഷുകാർ വരുന്നത്. ബ്രിട്ടീഷുകാർക്ക് ശേഷം ഫ്രഞ്ചുകാർ വരുന്നു അല്ലേ? ഈ ഒരു ഓർഡറിലാണ് ഫോറിനേഴ്സ് അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അതൊന്നും നമ്മുടെ മാറ്റർ അല്ല. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ കാരണമായിട്ട് മാറിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഭരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കി. അതാണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപ്പോയിന്റ് ചെയ്യുന്നു. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ഒരു പദവി ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ആ പദവിയുടെ പേരാണ് ഗവർണർ ഓഫ് ബംഗാൾ എന്നായിരുന്നു ആ ഒരു പദവി.
അതിനെ നമ്മൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് ഉയർത്തുന്നുണ്ട്. ആ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന ആരാണ്? ആരാ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ നേതൃത്വത്തിലായിരുന്നു. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. ആരാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാരൻ ഹേസ്റ്റിങ്സ് ആണ് അല്ലെ? വാരൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. വാരൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എന്ത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്? സുപ്രീം കോർട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇന്ന് കാണുന്നത് പോലെ സുപ്രീം കോർട്ട് ഡൽഹിയിലല്ല എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സുപ്രീം കോർട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൽക്കട്ടയിലാണ്. അത് 1774 സോ ഇത് പഠിച്ചു വെക്കുക. സുപ്രീം കോർട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അത് കൽക്കട്ടയിലാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ ഇയർ 1774 ആണ്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773യുടെ എന്താ റിസൾട്ട് ആയിട്ടാണ് സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട സ്ഥാപിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുക. റെഗുലേറ്റിംഗ് ആക്ട് 1773 മനസ്സിലാക്കുക. ഇതുവഴി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നു. അതിൽ വാരൻ ഹേസ്റ്റിങ്സിനെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി അപ്പോയിന്റ് ചെയ്യുന്നു. ദെൻ ഒരു സുപ്രീം കോർട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് കൽക്കട്ടയിലാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1774 സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? 3 പോയിന്റുകൾ മാത്രം പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി രണ്ടാമത്തെ ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. നിങ്ങൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതും ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ട് ആണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഈ ഇയർ ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഇയറും പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ ഇയറും ഒക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് കൺട്രോളിലേക്ക് ഇന്ത്യൻ അഫയേഴ്സ് മാറുന്നത്. പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ബോർഡ് ഓഫ് കൺട്രോള് ഇന്ത്യയിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മാനേജ് ദ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് ഓഫ് കൺട്രോള് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതെല്ലാം പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴിയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രാധാന്യം എന്താണ്? ബോർഡ് ഓഫ് കൺട്രോൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. എ ബോർഡ് ഓഫ് കൺട്രോൾ വാസ് എക്സ്റ്റാബ്ലിഷ്ഡ് ടു മാനേജ് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി മൂന്നാമത്തേത് ചാർട്ടർ ആക്ട് ഓഫ് 1793 ആണ്. നിങ്ങൾക്ക് ധാരാളം ചാർട്ടർ ആക്ടുകളും ഇന്ത്യൻ കൗൺസിൽസ് ആക്ടും ഒക്കെ കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ പ്രൊവിഷൻസ് പഠിക്കാനാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടി വരും. സോ അത്രയും മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ദെൻ ചാർട്ടർ ആക്ട് ഓഫ് 1793 ആണ്. ഇതിലെ ഫസ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് സാലറി ഓഫ് കമ്പനി ടു ഡ്രോൺ ഫ്രം ദ ഇന്ത്യൻ എക്സ്ചക്കർ. എന്താ ഇന്ത്യൻ എക്സ്ചക്കർ എന്ന് വെച്ചാൽ? ഇന്ത്യൻ എക്സ്ചക്കർ എന്ന് വെച്ചാൽ എന്താ? ഇന്ത്യൻ എക്സ്ചക്കർ എന്ന് വെച്ചാൽ എന്താ അറിയാമോ? ഇന്ത്യൻ എക്സ്ചക്കർ എന്ന് വെച്ചാൽ എന്താ? തെറ്റിപ്പോയിക്കോട്ടെ, നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. നിങ്ങളൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ ആക്റ്റീവ് ആവുക. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുക. തെറ്റിപ്പോയി കഴിയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കും. എന്താ എക്സ്ചക്കർ എന്ന് വെച്ചാൽ? എക്സ്ചക്കർ എന്ന് വെച്ചാൽ എന്താ? എനി ഐഡിയ?
എന്താ എക്സ്ചെക്കർ എന്ന് വെച്ചാലും ആർക്കെങ്കിലും അറിയാമോ? ഓക്കെ, നമ്മുടെ ട്രഷറിയാണ് എക്സ്ചെക്കർ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സാലറി ഓഫ് കമ്പനി ടു ഡ്രോൺ ഫ്രം ദ ഇന്ത്യൻ എക്സ്ചെക്കർ. അതായത് ഇന്ത്യയുടെ ട്രഷറിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലുള്ള ആളുകൾക്ക് സാലറി കൊടുക്കുക എന്നുള്ളൊരു നിയമം കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ ദ ഗവർണർ ജനറൽ ആൻഡ് ഗവർണേഴ്സ് ടു ഓവർറൈഡ് ദ ഡിസിഷൻ ഓഫ് കൗൺസിൽസ്. എന്താ ഓവർറൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്? ഓവർറൈഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അറിയാവോ? ഓവർറൈഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് കമന്റ് ചെയ്തേ. എന്താ ഓവർറൈഡ് ചെയ്യാന്ന് വെച്ചാല്? നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ആക്ച്വലി എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് സ്ക്രീൻ വിസിബിൾ ആകുന്നുണ്ട്. ഒരു സെക്കൻഡ്. കൈ കടത്തുക, മാനേജ് ചെയ്യുക. മാനേജ് ചെയ്യുക എന്ന് ഓക്കെ, അത് നമുക്ക് വേറൊരു രീതിയിൽ പറയാം. ഇവിടെ മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു സെക്കൻഡ്. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? ഓക്കെ. ദ ഗവർണർ ജനറൽ ആൻഡ് ഗവർണേഴ്സ് ടു ഓവർറൈഡ് ദ ഡിസിഷൻ ഓഫ് കൗൺസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവർണർ ജനറൽക്കും അതുപോലെ തന്നെ ഗവർണേഴ്സിനും കൗൺസിലിന്റെ ഡിസിഷൻസിനെ മറികടക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ അതിൽ ഒരു ഇൻവോൾവ്മെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ദ ഗവർണർ ജനറൽ ആൻഡ് ഗവർണേഴ്സ് ടു ഓവർറൈഡ് ദ ഡിസിഷൻ ഓഫ് കൗൺസിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, കമ്പനി ഗോട്ട് മൊണോപോളി ഓഫ് ട്രേഡ് വിത്ത് ഇന്ത്യ ഫോർ അനദർ 20 years. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇത്. നിങ്ങൾ പഠിച്ചു വെച്ചോണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റനിൽ ചോദിക്കുന്നതാണ്. കമ്പനി ഗോട്ട് മൊണോപോളി ഓഫ് ട്രേഡ് വിത്ത് ഇന്ത്യ ഫോർ അനദർ 20 years. അതായത് അടുത്ത 20 വർഷത്തേക്ക് കമ്പനിക്കായിരിക്കും നമ്മുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക എന്ന് പറയുന്നത്. എന്താണ് മൊണോപോളി അല്ലെങ്കിൽ എന്താണ് കുത്തക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കുത്തക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ മൊണോപോളി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുക? ഏകാധിപത്യം എന്നൊക്കെ പറയാം അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ആ ഒരു കമ്പനിക്ക് മാത്രമായിരിക്കും ഇന്ത്യയിലെ ട്രേഡ് നിയന്ത്രിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ? സോ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. കമ്പനി ഗോട്ട് മോണോപോളി ഓഫ് ട്രേഡ്, മാർക്കറ്റ് കൺട്രോൾ ആണ്. കമ്പനി ഗോട്ട് മോണോപോളി ഓഫ് ട്രേഡ് വിത്ത് ഇന്ത്യ ഫോർ അനദർ 20 years. അടുത്ത 20 വർഷത്തേക്ക് കമ്പനിക്ക് മാത്രമായിരിക്കും ഇന്ത്യയുടെ ട്രേഡിൽ കൺട്രോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1793 ആണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യയിൽ വ്യാപാര കുത്തക ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായി ചാർത്തി കൊടുത്തത് ചാർട്ടർ ആക്ട് ഓഫ് 1793 ആണ്. അതൊരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് വേറൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഇതൊന്ന് നോക്കി വെച്ചേക്ക് കേട്ടോ. നമ്മുടെ സെറ്റിന്റെ പാറ്റേൺ അനുസരിച്ചിട്ട് PYQസിന് നല്ല പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ചാർട്ടർ ആക്ട് ഓഫ് 1793 ക്ലിയർ ആയോ? ഒന്നാമത്തേത്, ഇന്ത്യൻ എക്സ്ചെക്കറിൽ നിന്ന് കമ്പനിയിലേക്കുള്ള സാലറി എടുക്കാൻ തീരുമാനിക്കുന്നു. രണ്ടാമത്തേത്, കൗൺസിലിന്റെ ഡിസിഷനെ ഓവർറൈഡ് ചെയ്യാനുള്ള അധികാരം ഗവർണർ ജനറലിനും ഗവർണേഴ്സിനും നൽകുന്നു. മൂന്നാമത്തേത്, അടുത്ത 20 വർഷത്തേക്ക് ഇന്ത്യയുടെ വ്യാപാര കുത്തക എന്ന് പറയുന്നത് കമ്പനിക്ക് മാത്രമായിട്ട് സ്ഥിതിപ്പെടുത്തുന്നു. ക്ലിയർ ആയോ? 3 പോയിന്റുകൾ. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. ഈ 1833ക്കും വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു പൊസിഷനെ മാറ്റി അത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറ്റുന്നു. അതാണ് വലിയൊരു ചേഞ്ച് വരുന്നത്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബിക്കെയിം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പേര് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കുന്നു. ആൻഡ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വാസ്
ലോർഡ് വില്യം ബെന്റിക്. പഠിച്ചു വെച്ചോളുക. വില്യം ബെന്റിക് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ വില്യം ബെന്റിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് വില്യം ബെന്റിക്കിന്റെ പ്രത്യേകത? നിങ്ങൾ PSC ഒക്കെ പഠിച്ചിട്ടായിരിക്കുമല്ലോ ഇത്രയും വരെ എത്തിയത്. അപ്പൊ നിങ്ങൾക്ക് എന്താണേലും അറിയായിരിക്കും. എന്താണ് വില്യം ബെന്റിക്കിന്റെ പ്രത്യേകത? വില്യം ബെന്റിക്കിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി ആയിരുന്നു അല്ലെ? ഈ കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റിയിലെ ധാരാളം സോഷ്യൽ ഈവിൾസ് നമുക്കുണ്ടായിരുന്നു അല്ലെ? അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യൽ ഈവിൾ ആയിരുന്നു എന്തെന്ന് പറയുന്നത്? സതി എന്ന് പറയുന്നത്. ഈ സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ വില്യം ബെന്റിക് എന്ന് പറഞ്ഞത്. 1829 1829 സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് വില്യം ബെന്റിക്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഇത് നമുക്ക് ചോദിക്കത്തില്ല, പക്ഷെ ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ലോർഡ് വില്യം ബെന്റിക് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ, ദ ആക്ട് സെൻട്രലൈസ്ഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതുവരെ ഇപ്പം മദ്രാസ്, ബോംബെ എന്നൊക്കെ പറഞ്ഞ് പല പല പ്രസിഡൻസീസ് ആയിട്ടായിരുന്നു നിലനിൽക്കുന്നത് അല്ലെ? അതിനെല്ലാം കൂടി സെൻട്രലൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത് ചാർട്ടർ ആക്ടിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒറ്റ ഒരാളുടെ ഒരു യൂണിറ്റിന്റെ കൺട്രോളിലേക്ക് വരുന്നു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബ്രിട്ടീഷ് അതോറിറ്റിയുടെ കീഴിലേക്ക് ഇന്ത്യയുടെ മൊത്തം ഭരണത്തെയും കൊണ്ടുവരുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. Then it created government of India with authority over all of British India. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോസ്റ്റ് ഇറ്റ്സ് മൊണോപോളി ഓഫ് ടീ ട്രേഡ് ആൻഡ് ചൈന ട്രേഡ്. അതുകൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു സമയമായപ്പോഴേക്കും ടീ ട്രേഡിലും എന്താണ് നമ്മുടെ തേയില ഉണ്ടല്ലോ, തേയിലയിൽ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മൊണോപോളി നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ചോദിക്കാറുണ്ട്, ഇന്ത്യൻ സിവിൽ സർവീസ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. നമ്മൾ ഓൾറെഡി പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചതാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് ഫൗണ്ട് ചെയ്യുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 വഴിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഒന്ന് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആണ്. രണ്ടാമത്തേത് സെൻട്രലൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. മൂന്നാമത്തേത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബിക്കെയിം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വാസ് ലോർഡ് വില്യം ബെന്റിക്. പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ചാർട്ടർ ആക്ട് ഓഫ് 1833 ഓക്കെ ആണോ? ചാർട്ടർ ആക്ട് ഓഫ് ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതിലെ ഇപ്പൊ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ? റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട് ഓഫ് 1793, 1833. ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണല്ലോ അല്ലെ? നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ്. ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് നടക്കുന്നത്. അതുവരെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും സെയിം റൂഫിന്റെ അടിയിൽ തന്നെ, എന്ന് വെച്ചാൽ ഒരേ കാറ്റഗറിയിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരേ കൺട്രോളിൽ, ഒരേ ആളുടെ കൺട്രോളിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ ഈ ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ഗവർണർ ജനറൽസ് കൗൺസിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു കൗൺസിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാം അല്ലെ? അവിടെ ആദ്യമേ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസും ഒരേപോലെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരേ കൗൺസിൽ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1853 ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസിനും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കൗൺസിൽസ് വരുന്നത്. ക്ലിയർ ആയോ? ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, അതുവരെയും ബ്രിട്ടീഷുകാർക്ക് മാത്രമായിരുന്നു സിവിൽ സർവീസിലേക്ക് എൻറോൾമെന്റ് ഉണ്ടായിരുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1853 വഴി ഇന്ത്യൻസിനും എന്ത് ചെയ്തു? സിവിൽ സർവീസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ ഓൾറെഡി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ സർവന്റ് ആരായിരുന്നു? ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ സർവന്റ് പഠിച്ചല്ലേ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ? പറഞ്ഞേ, ആരായിരുന്നു ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ സർവന്റ്? ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ സർവന്റ്? ഓർമ്മയുണ്ടോ നോക്കട്ടെ.
പറഞ്ഞ ആരായിരുന്നു ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ സർവന്റ്? നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ പബ്ലിക് അഡ്മിനിസ്ട്രേഷനില്. മറന്നുപോയോ? അത് പഠിച്ചില്ലേ? സമയം കളയരുതേ, സ്പീഡിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ആരാ ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ സർവന്റ്? 1863 ഇന്ത്യൻ സിവിൽ സുഭാഷ് ചന്ദ്ര അല്ല, സുഭാഷ് ചന്ദ്ര അല്ല, സുഭാഷ് ചന്ദ്രബോസിനെയാണോ ഉദ്ദേശിച്ചത്? സുഭാഷ് ചന്ദ്ര അല്ല കേട്ടോ, സുഭാഷ് ചന്ദ്രബോസ് അല്ല, അതിനൊക്കെ മുന്നേ. ബാക്കിയുള്ളവര് നിങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുത്ത് വെച്ച് വായിക്കണം. നിങ്ങൾ തീരെ വായിക്കുന്നില്ല എന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലായി. ടാഗോറാണ്. ഓക്കെ, സത്യേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോർ അല്ല കേട്ടോ, സത്യേന്ദ്രനാഥ ടാഗോർ ആണേ, തെറ്റിപ്പോവരുത്. സത്യേന്ദ്രനാഥ ടാഗോർ ആണ് ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ സർവന്റ് എന്ന് പറയുന്നത്. 1863 അപ്പോയിന്റഡ് ആവുന്നത്. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ ബ്രദർ ആണ് ഈ സത്യേന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സത്യേന്ദ്രനാഥ ടാഗോറിന്റെ പേര് ചോദിക്കാറുണ്ട്, വർഷവും ചോദിക്കാറുണ്ട് കേട്ടോ. 1863 ആണേ. അപ്പൊ ഇന്ത്യൻ സിവിൽ സർവൻസിനെ അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻറോൾ ചെയ്യുന്നതും ഈ ചാർട്ടർ ആക്ട് ഓഫ് 1853 വഴിയാണ്. ഇനി ഇതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇറ്റ് ഇൻട്രൊഡ്യൂസ് ലോക്കൽ റെപ്രസെന്റേഷൻ ഇൻ ദ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൂടി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ഇന്ത്യൻസിനെയും കൂടെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതും ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ് എന്നത് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഇറ്റ് അബോളിഷ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അല്ലെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ്. ഇനി എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം പോകാൻ കാരണം? എന്തായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം പോകാൻ കാരണം? പിന്നെ ആരുടെ കൺട്രോളിലായി ഇന്ത്യ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് മാറി ആരുടെ കയ്യിലേക്കായി കൺട്രോള്? പിന്നെ ഇന്ത്യ ഭരിച്ചതാരാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അബോളിഷ് ചെയ്തെങ്കിൽ അതിനുശേഷം ഇന്ത്യ ഭരിച്ചതാരാ? ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ക്യൂനായി അല്ലേ. ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്കായിട്ട് ഇന്ത്യ മാറി. കാരണം എന്തായിരുന്നു? അതിനൊരു വലിയൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. എന്താണ് കാരണം? നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. എന്തായിരുന്നു? ഒരു വലിയൊരു റീസൺ ഉണ്ടല്ലോ, ഒരു വലിയൊരു ഇൻസിഡന്റ് സംഭവിച്ചില്ലേ ആ സമയത്ത്? എന്തായിരുന്നു അത്? എന്തായിരുന്നു? ഷിപ്പോയ് മ്യൂട്ടിനി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷിപ്പോയ് മ്യൂട്ടിനി എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെ ശിപായി ലഹള എന്നൊക്കെ മലയാളത്തിൽ പറയും. 1857 അല്ലെ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം വലിയൊരു പ്രശ്നമായിരുന്നു. അതിനുശേഷമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്ത് ക്യൂന് ഡയറക്റ്റ് കൺട്രോളിലേക്ക് എത്തുന്നത്. ഇനി എന്തായിരുന്നു ഷിപ്പോയ് മ്യൂട്ടിനി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അറിയാലോ അല്ലെ? ഷിപ്പോയ് മ്യൂട്ടിനി എന്താണെന്ന് അറിയാലോ അല്ലെ? പറയേണ്ട കാര്യമുണ്ടോ? പറയണോ? എല്ലാവർക്കും അറിയാവോ? ഷിപ്പോയ് മ്യൂട്ടിനി എന്താണെന്ന് പറയണോ? ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പറയുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം 1857 വാറിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്നറിയാവോ? ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. ഓൾറെഡി നിങ്ങൾ ഇത് വേറൊരു പോർഷനിൽ പഠിക്കും, ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ പഠിക്കും. എന്നിരുന്നാലും ഞാൻ ഇത് പറഞ്ഞപ്പോൾ മെൻഷൻ ചെയ്തേ ഉള്ളൂ. ആരാണ് 1857 റിവോൾട്ടിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചതെന്ന് അറിയാമോ? വെരി ഗുഡ്, സവാർക്കർ ആണ് അല്ലെ. വീർ സവാർക്കർ ആണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് 1857 റിവോൾട്ടിനെ വിശേഷിപ്പിച്ച്. ഇത് പഠിച്ചോണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചാർട്ടർ ആക്ട് ഓഫ് 1853 പറയാനുള്ളത്. അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 ആണ്. അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം അതിനെ ഒന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. ആൻഡ് ഇതിനെ നമ്മൾ ആക്ട് ഫോർ ദി ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. ചോദിക്കാറുണ്ട് ഏത് ആക്ടിനെയാണ് ആക്ട് ഫോർ ദി ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 ഈസ് നോൺ ആസ് ദ ആക്ട് ഫോർ ദി ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആൻഡ് ഇതിന്റെ ഫസ്റ്റ് പ്രൊവിഷൻ എന്താണ്? ഡെസിഗ്നേഷൻ ഓഫ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വാസ് ചേഞ്ച്ഡ് ടു വൈസ്രോയി ഓഫ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വൈസ്രോയി ആരാ? നമ്മുടെ ഫസ്റ്റ് വൈസ്രോയി ആരാ? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു ആദ്യം. അത് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി. ആ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയെ വീണ്ടും ചേഞ്ച് ചെയ്ത് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആക്കി, അല്ലെ? ലോർഡ് ക്യാനിങ് ആണ് ഫസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് റെവല്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിവിൽ വാറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആക്ച്വലി ഇതൊക്കെ, ഈ പൊസിഷനൊക്കെ ചേഞ്ച് ആകുന്നത്. അതിന് വേറൊരു പാർട്ട് കൂടി ഉണ്ട്. എന്നിരുന്നാലും ഒപ്പം തന്നെ എന്താണ്, ഇവിടെ ഒരു ന്യൂ ഓഫീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പൊ രണ്ട് പൊസിഷൻസ് ഒരേപോലെ വരുന്നു, വൈസ്രോയി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയാവോ? വൈസ്രോയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയാവോ? ഇവ തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ആക്ച്വലി. അത് ഇംഗ്ലീഷ് വാറിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. എന്നിരുന്നാലും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും വൈസ്രോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാവോ? ഇവരുടെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയാവോ? അറിയില്ല. ആർക്കെങ്കിലും അറിയാവോ? ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് വാറിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല, അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ലല്ലോ, സോ ഞാൻ പറയുന്നില്ല. ഇംഗ്ലണ്ടില് ഇംഗ്ലീഷ് റെവല്യൂഷനിൽ, ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഈ അവിടുത്തെ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ ക്യൂനിന് അവിടുത്തെ ഭരണമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ഒപ്പം പാർലമെന്റിന് അവിടുത്തെ ഭരണം എത്തുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതിനുശേഷം സിവിൽ വാറിന്റെ ഒക്കെ അവസാനം ആകുമ്പോഴേക്കും പാർലമെന്റും ക്യൂനും ഒരുപോലെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ആയിട്ട് അവിടെ ക്യൂൻ ഉണ്ടാകും, പക്ഷെ അവിടെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്ന റിയൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പാർലമെന്റ് ആയിരിക്കും. അപ്പൊ അതേപോലെ തന്നെ ആ ഇംഗ്ലണ്ടിലുള്ള അതേ സിസ്റ്റം തന്നെ ഇംഗ്ലണ്ടിന്റെ കോളനികളിലേക്കും അവര് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെയും രണ്ട് പൊസിഷൻസ്. വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാല് അത് നമ്മുടെ ക്രൗണിന്റെ ഇല്ലെങ്കിൽ നമ്മുടെ ക്യൂനിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. വൈസ്രോയി എന്ന് പറഞ്ഞാൽ ക്യൂനിന്റെ റെപ്രസെന്റേറ്റീവും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ പാർലമെന്റിന്റെ റെപ്രസെന്റേറ്റീവും ആണ്. ക്ലിയർ ആയോ? അതായത് അവിടെ ഒരു നോമിനൽ എക്സിക്യൂട്ടീവും റിയൽ എക്സിക്യൂട്ടീവും ബ്രിട്ടനിൽ കൊണ്ടുവന്ന അതേ സമയത്ത് തന്നെ എന്ത് ചെയ്തു? ഈ ബ്രിട്ടന്റെ കോളനികളായിട്ടുള്ള രാജ്യങ്ങളിലും ഇവരുടെ രണ്ടുപേരുടെയും റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുന്നു. അതുകൊണ്ടാണ് ഒന്ന് വൈസ്രോയി എന്ന പേരിലും ഒന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പേരിലും രണ്ട് പുതിയ സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? നമ്മൾ എപ്പോഴും പറയത്തില്ലേ, നമുക്ക് രണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട്, നോമിനൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. അത് നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തതാണ്, നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. അതിന്റെ റീസൺ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ എന്താണ്, ആദ്യ കാലഘട്ടങ്ങളിൽ അവിടെ ക്യൂനിന്റെ ഭരണം മാത്രം അല്ലെങ്കിൽ മൊണാർക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ എന്താണ് പരിണിത ഫലങ്ങളെല്ലാം അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച് അവസാനമാണ് പാർലമെന്ററി സിസ്റ്റത്തിലേക്ക് അവിടെ എത്തിച്ചേരുന്നത്. അതിന്റെ ആ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിലാണ് ബ്രിട്ടന്റെ കോളനികളായിട്ടുള്ള രാജ്യങ്ങളിലേക്കും ഈ രണ്ട് റെപ്രസെന്റേറ്റീവ്സിനെ അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന ആക്ടുകളിലൊക്കെ രണ്ട് പേരുടെ പേരുകൾ വെച്ച് പഠിക്കും. അതെല്ലാം ഈ പറയുന്ന ഒന്ന് വൈസ്രോയും ഒന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ആണ്. ഒന്ന് റെപ്രസെന്റേറ്റീവ് ഓഫ് ക്രൗൺ, മറ്റേത് റെപ്രസെന്റേറ്റീവ് ഓഫ് പാർലമെന്റ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? സോ ഫസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നിങ്ങനെ രണ്ട് പൊസിഷൻസ് വരുന്നു. ഫസ്റ്റ് വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് ക്യാനിങ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഉണ്ടായിരുന്നു. ഈ രണ്ട് സ്ഥാപനങ്ങളെയും പിരിച്ചുവിട്ടു. ക്ലിയർ ആയല്ലോ?
1858 ക്രൗൺ ഡയറക്റ്റ് കൺട്രോളിലേക്ക് വന്നപ്പോഴേക്കും ബോർഡ് ഓഫ് കൺട്രോളിനെയും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെയും പിരിച്ചുവിടുന്നു. ആൻഡ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്റിനോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഇതൊക്കെയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 ആണ്. ഇതില് ഒരുപാടൊന്നും നമുക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് വായിച്ചു വിട്ടാലും മതി. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഇൻ കേസ് ചോദിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. ആൻഡ് ദ വൈസ്രോയ് ഷുഡ് നോമിനേറ്റ് സം ഇന്ത്യൻസ് ആസ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഓഫ് ഹിസ് എക്സ്പാൻഡഡ് കൗൺസിൽ. അതായത് വൈസ്രോയ്ക്ക് ഇവിടെ ഒരു കൗൺസിൽ ഉണ്ട്. ആ കൗൺസിലേക്ക് ഇന്ത്യൻസിനെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് തസ്തികയിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബോംബെക്കും മദ്രാസിനും അവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു ലെജിസ്ലേറ്റീവ് പവർ ഉണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് വഴി. Then it provided for establishment of new legislative councils for Bengal, പഞ്ചാബ്, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് ആണ് കേട്ടോ ഇത്. ഇതൊന്നും നിങ്ങൾ അത്രയും കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു പേര് മാത്രം ഒന്ന് നോക്കിയേക്കുക. ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്നത് ലോർഡ് ക്യാനിങ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. പോർട്ട്ഫോളിയോ സിസ്റ്റം, ഇന്ത്യയിൽ പോർട്ട്ഫോളിയോ സിസ്റ്റം കൊണ്ടുവന്നത് ലോർഡ് ക്യാനിങ് ആണ് 1859 എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത് ചിലപ്പം ചോദിക്കാം, ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ മേ ബി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? പോർട്ട്ഫോളിയോ സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് ക്യാനിങ് ആണ് 1859. ഓക്കെ ആണോ? അടുത്തതും ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എന്നിരുന്നാലും ഒന്ന് വായിച്ചിരിക്കേണ്ട ഒരു ആക്ട് ആണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892. ഇറ്റ് ആഡഡ് ദ നമ്പർ ഓഫ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഇൻ ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്. അതായത് ആദ്യമേ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഇന്ത്യയിൽ നിന്ന് ചൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിന്റെ എണ്ണം കൂട്ടുകയാണ് ഇതിലൂടെ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഇലക്ഷൻസിനെ കുറിച്ചൊക്കെ ഒന്ന് എന്താണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തൊക്കെ പോകുന്ന ഒരു ആക്ട് ആണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 എന്ന് പറയുന്നത്. വളരെ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്ത് മാത്രം വിടുക. ഓക്കെ, ഇനി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ആണ്. ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. ഇത് കേട്ടിട്ടുണ്ടോ? മിന്റോ മോർലി റിഫോംസ് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 കേട്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലായിരുന്നോ, ആഫ്റ്റർ 1857 ഇവിടെ 2 പൊസിഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് റെപ്രസെന്റേറ്റീവ് ഓഫ് ക്രൗണും രണ്ടാമത്തെ റെപ്രസെന്റേറ്റീവ് ഓഫ് സ്റ്റേറ്റും അല്ലെങ്കിൽ പാർലമെന്റും. അങ്ങനെയാണെങ്കിൽ ഇതില് ഒരാൾ വൈസ്രോയും ഒരാൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമാണ്. ഇതിൽ ആരാണ് വൈസ്രോയി, ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്? ഓൾറെഡി ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, പറഞ്ഞ ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ആരാണ് വൈസ്രോയി? നിങ്ങൾ അടുത്ത 2 പേരുകൾ പഠിക്കുമ്പോഴും പഠിക്കുന്നത് ഒരേ രീതിയിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ആദ്യം വൈസ്രോയി ആണ് പറയുന്നതെങ്കിൽ അടുത്ത 2 ആക്ടുകളിൽ അങ്ങനെ ആദ്യം വൈസ്രോയിയെ പഠിക്കുക, അല്ലെങ്കിൽ പറയുക. അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ആദ്യം പറയുന്നതെങ്കിൽ രണ്ടിടത്തും ആദ്യം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറയുക. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. രണ്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മിന്റോയാണ് വൈസ്രോയി, മോർലി ആണ് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. അപ്പോ ആ രണ്ടിനകത്തും പഠിക്കുന്നതിനകത്ത് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പൊ മൊണ്ടേഗു ചെംസ്ഫോർഡ് ആണെങ്കിൽ ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ആരാണ് വൈസ്രോയി? മൊണ്ടേഗ് ചെംസ്ഫോർഡ് ആണെങ്കിൽ ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ആരാണ് വൈസ്രോയി? അടുത്ത 1919 ഒരു ആക്ട് ഉണ്ടല്ലോ,
ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1919. അതിനെ നമ്മൾ മൊണ്ടേക് ചെംസ്ഫോർഡ് റിഫോംസ് എന്നാണ് പറയുക. ഇതിൽ ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ആരാണ് വൈസ്രോയി? മൊണ്ടേക് ആണോ ചെംസ്ഫോർഡ് ആണോ വൈസ്രോയി? ചെംസ്ഫോർഡ് ആണ് വൈസ്രോയി അല്ലേ? ഓക്കെ, ചെംസ്ഫോർഡ് ആണ് വൈസ്രോയി, മൊണ്ടേഗ് ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക. ആദ്യത്തെ ആളെ ഇപ്പം മോർലി മിന്റോ റിഫോംസ് എന്നും മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് എന്നും പഠിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇത് മിന്റോ മോർലി എന്ന് പഠിച്ചിട്ട് അടുത്തത് മൊണ്ടേഗ് ചെംസ്ഫോർഡ് എന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിൽ ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ആരാണ് വൈസ്രോയി എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പൊസിഷന് സെയിം ആക്കാൻ ഒന്ന് നോക്കിയേക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് എല്ലാ പ്രൊവിഷൻസും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോർമലി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഓർഡറിലല്ല ഞാൻ പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ. അതായത് മുസ്ലിംസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രേറ്റ് എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന ആക്ട് ആണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. കേട്ടിട്ടില്ലേ? കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഫോർ മുസ്ലിംസ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഫോർ മുസ്ലിംസ് എന്ന് പറഞ്ഞ ഇതിലേക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവരുന്ന ഒരു ആക്ട് ആണ് മോർലി മിന്റോ റിഫോംസ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെയാണ്, അതായത് ലോർഡ് മിന്റോയെയാണ് നമ്മൾ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് അറിയപ്പെടുന്നത്. സെപ്പറേറ്റ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവരുന്ന ഒരു ആക്ട് ആണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള രണ്ടുപേര് മോർലി ആൻഡ് മിന്റോയാണ്. ഈ ലോർഡ് മിന്റോയെയാണ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ചോദിക്കാം. ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്നറിയപ്പെടുന്നത് ലോർഡ് മിന്റോയാണ് എന്ന് ഓർത്തു വെക്കുക. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ലോർഡ് മോർലി ആണ് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ലോർഡ് മിന്റോയാണ് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ സെൻട്രൽ ഗവൺമെന്റിലേക്ക് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിലേക്ക് നമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഒക്കെ കൂട്ടുന്നുണ്ട്. അതൊക്കെ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ജസ്റ്റ് വായിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ പഠിക്കേണ്ടത് ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഫോർ മുസ്ലിംസ് ബൈ അക്സെപ്റ്റിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നൊരു സിസ്റ്റം വഴി മുസ്ലിംസിന് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ കൊണ്ടുവരുന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1990. ഇതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇവിടെ മൊണ്ടേഗ് ആണ് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്, ചെംസ്ഫോർഡ് ആണ്. ഇവിടെ ഒരു എസ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു എസ് ഉണ്ട്, ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. ഇവിടെ എസ് ഉണ്ട്. ചെംസ്ഫോർഡ് ആണ് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ഈ ആക്ടിനെ അറിയപ്പെടുന്നത് ആക്ട് ഓഫ് ഡെവല്യൂഷൻ എന്നാണ്. വെരി ഇമ്പോർട്ടന്റ്. മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസിനെ നമ്മൾ അറിയപ്പെടുന്നത് ആക്ട് ഓഫ് ഡെവല്യൂഷൻ. എന്താ ഡെവല്യൂഷൻ എന്ന് വെച്ചാല്? ഡെവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? എന്താ ഡെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? മാറ്റം. മാറ്റം. എന്ത് മാറ്റമാണ്? ഇതിൽ നമ്മളൊരു ഒറ്റ വാക്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ എന്താ പറയാ? മാറ്റമാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ചേഞ്ച്. ചേഞ്ച് ആണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ച് ആണ്, ഇല്ലെങ്കിൽ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്? എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ച് അവിടെ സംഭവിക്കുന്നത്? എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ചാ? നിങ്ങൾ ഡീസെൻട്രലൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഡീസെൻട്രലൈസേഷൻ? ഡെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, ഡീസെൻട്രലൈസേഷൻ തന്നെയാണ്. എന്താണ് ഡീസെൻട്രലൈസേഷൻ? ഡീസെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ലോക്കൽ ഗവൺമെന്റ്സിനും പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് അല്ലെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ അധികാര വികേന്ദ്രീകരണം. അത് തന്നെയാണ്
ഡെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലോക്കൽ ഗവൺമെന്റ്സിനൂടെ അധികാരം എന്ത് ചെയ്യുന്നു, ഡിമാർക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. സെൻട്രൽ, പ്രൊവിൻഷ്യൽ, സബ്ജക്ട് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള ലിസ്റ്റുകൾ. ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് ഫോം ആണ് നമ്മളിപ്പോ കാണുന്ന യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അല്ലേ. സോ ഇത്തരത്തിലുള്ള ഒരു ആക്ട് ഓഫ് ഡെവല്യൂഷൻ എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 അറിയപ്പെടുന്നത്. എന്റെ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് ആർ ഡിവൈഡഡ് ഇൻടു ട്രാൻസ്ഫേർഡ് ആൻഡ് റിസർവ്ഡ് സബ്ജക്ട്സ്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ പബ്ലിക് സർവീസ് കമ്മീഷൻ. പഠിച്ചു വെച്ചോണം, പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും നമ്മുടെ UPSC, ഇപ്പോഴത്തെ UPSCയുടെ ആദ്യത്തെ ഫോം. പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ കൊണ്ടുവരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു ന്യൂ ഓഫീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ ഇൻ ലണ്ടൻ എന്ന് പറയുന്ന ഒരു ഓഫീസ് ലണ്ടനിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയൊരു ഓഫീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓഫീസ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഡയാർക്കി അല്ലെങ്കിൽ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇതിനകത്ത് ഒരുപാട് പോയിന്റുകൾ ഉണ്ട് കേട്ടോ പഠിക്കാൻ. ഡയാർക്കി അല്ലെങ്കിൽ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ആക്ട് ആണ് 1919 എന്ന് പറയുന്നത്. പിന്നെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അപ്പർ ആൻഡ് ലോവർ ഹൗസസിലേക്കുള്ള ഇലക്ഷൻസ് ഡയറക്റ്റ് ഇലക്ഷൻ ആക്കി മാറ്റുന്നതും ഈ പറയുന്ന 1919 ആക്ട് വഴിയാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച്, നമ്മുടെ ഗവർണർ ജനറലിന് ഒരു കൗൺസിൽ ഉണ്ടല്ലോ, അതില് മൊത്തം 6 പേരില് 3 പേര് ഇന്ത്യക്കാരായിരിക്കണം എന്നുള്ളൊരു പ്രൊവിഷൻ കൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 കൊണ്ടുവരുന്നു. അപ്പൊ ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഒന്നുകൂടി പറയാം. ആദ്യമായിട്ട് പറയുന്നത്, ഈ ആക്ടിനെ നമ്മൾ ആക്ട് ഓഫ് ഡെവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ആക്ട് ആണ്. പിന്നെ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെ ട്രാൻസ്ഫേർഡ് സബ്ജക്ട് എന്നും റിസർവ്ഡ് സബ്ജക്ട് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും, റിസർവ്ഡ് സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നത് ഗവർണറും എക്സിക്യൂട്ടീവ് കൗൺസിലും ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഡയാർക്കി അല്ലെങ്കിൽ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഇലക്റ്റഡ് ആയിരിക്കും. 6ൽ 3 പേരും ഗവർണർ ജനറലിന്റെ കൗൺസിലുള്ള 6ൽ 3 പേരും ഇന്ത്യക്കാരായിരിക്കണം എന്നൊക്കെയുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരുന്നത് 1919 ആണ്. ക്ലിയർ ആയോ? 1919 ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1909 1919 1935 പഠിക്കാതെ പോവുകയേ ചെയ്യരുത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെയും പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാകാതെയോ അല്ലെങ്കിൽ ഡൗട്ടോ ഉണ്ടോ? എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോയേ. ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോകാമോ? ബാക്കിയുള്ളവരൊക്കെ ഓക്കെ. ഇനി അടുത്തത് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൈമൺ കമ്മീഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സൈമൺ കമ്മീഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ സൈമൺ കമ്മീഷൻ? എന്താണ് സൈമൺ കമ്മീഷൻ? എന്താ സൈമൺ കമ്മീഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ കൊണ്ടുവന്നത്? ഇന്ത്യയിൽ മാറ്റം ഓക്കെ, അത് നേരിട്ട് സൈമൺ കമ്മീഷൻ നേരിട്ടൊരു ക്രിറ്റിസിസം ആണ് കേട്ടോ. ഇപ്പൊ അശ്വതി പറഞ്ഞത് അതൊരു ക്രിറ്റിസിസം ആണ്. സൈമൺ കമ്മീഷന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്? സെൽഫ് റൂൾ ആണ്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണോ? പർപ്പസ് ഓഫ് സൈമൺ കമ്മീഷൻ എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത്?
എയിം എന്തായിരുന്നു, ഇല്ലെങ്കിൽ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ 1927 ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? നമ്മൾ 1919 ഒരുപാട് പ്രൊവിഷൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ 1919 ആക്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം ഇന്ത്യയിൽ കൃത്യമായിട്ട് നടപ്പിലാക്കിയോ, ഇല്ലെങ്കിൽ അതിന്റെ വർക്കിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1927 സൈമൺ കമ്മീഷനെ കൊണ്ടുവരുന്നത്. ആൻഡ് ഈ സൈമൺ കമ്മീഷന് മറ്റൊരു പേരുണ്ട്, അതറിയോ? മേ ബി ചോദിക്കാം, ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ മേ ബി ചോദിക്കാം. സൈമൺ കമ്മീഷന് മറ്റൊരു പേര് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ കേട്ടോ. ഇതിന് മറ്റൊരു പേരുണ്ടെന്നറിയാവോ? വൈറ്റ് ഡെവിൾ. ഓക്കെ, അല്ല, കമ്മീഷനും വൈറ്റ് ഡെവിൾ എന്നത് അറിയപ്പെടുന്നതല്ല, അല്ലാതെ ഇതിന് വേറൊരു പേരുണ്ട്, അത് നിങ്ങൾക്കറിയാമോ? ഞാൻ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ടേ, എഴുതി വെച്ചോ കേട്ടോ എവിടെയെങ്കിലും. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് ഇതിനെ ഒഫീഷ്യലി വിളിക്കുക. ഓക്കെ, വെരി ഗുഡ് അമൃത, ഇപ്പോഴാണ് ഞാൻ മെസ്സേജ് കണ്ടത്, വെരി ഗുഡ്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് സൈമൺ കമ്മീഷനെ ഒഫീഷ്യലി വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഒഫീഷ്യൽ നെയിം വൈറ്റ് ഡെവിൾ എന്ന് അറിയപ്പെടുന്നുണ്ട്, പക്ഷെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനകത്ത് 7 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇതിന്റെ പ്രധാനമായിട്ട് ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ഡയാർക്കി ആണ് കേട്ടോ, അത് പഠിച്ചു വെച്ചേക്കുക. അബോളിഷൻ ഓഫ് ഡയാർക്കി ആയിരുന്നു കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. Then establishment of a federation of British India and princely states was recommended, but it never came into existence. അതായത് ഒരു ഫെഡറൽ സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളത് ഇവരുടെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു, പക്ഷെ അത് നിലവിൽ വന്നില്ല. അതുപോലെ തന്നെ ഇതിനെ നമ്മളൊരു വൈറ്റ് പേപ്പർ എന്ന് വിളിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെറും എന്താണ്, പേപ്പറിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ എന്താണ്, ഒന്നും കറക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. ഇനി ഈ പറയുന്ന സൈമൺ കമ്മീഷൻ ഒരുപാട് ക്രിറ്റിസിസംസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആരായിരുന്നു ഇതിന്റെ ചെയർമാൻ? സൈമൺ എന്ന് പറയുന്ന ഒരു പേരിലായിരിക്കില്ല. ആരായിരുന്നു ചെയർമാൻ? സൈമൺ കമ്മീഷന്റെ ചെയർമാൻ ആരാ? സൈമൺ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആളുടെ പേരറിയാവോ? സർ ജോൺ സൈമൺ ആണ് ചെയർമാൻ ഓഫ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇതിലെ ഇന്ത്യക്കാരായി ആരും എന്തായിരുന്നു മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു. സൈമൺ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്ലോഗൻ ഒക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഒപ്പോസിഷൻ ഇന്ത്യയിൽ നിന്നും എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ലീഡറായിട്ട് നിന്നിരുന്ന ആരാണെന്നറിയാമോ? നമ്മുടെ ഒരു 3 പ്രധാനപ്പെട്ട ലീഡേഴ്സിൽ ഒരാളാ. ആരാന്നറിയാമോ? നിങ്ങൾ ലാൽ ബാൽപാൽ എന്ന് കേട്ടിട്ടുണ്ടോ? ആരാണ് ഈ ലാൽ ബാൽപാൽ? ഓരോന്നും ആരൊക്കെയാ? ലാൽ ബാൽപാൽ കേട്ടിട്ടില്ലേ? ലാൽ ബാൽപാൽ എന്ന് കേട്ടിട്ടുണ്ടോ? ലാൽ ബാൽപാൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഓഡിബിൾ ആണോ? എനിക്ക് നിങ്ങളുടെ ലാലാ ലജ്പത് റായ്, വെരി ഗുഡ്. ലാലാ ലജ്പത് റായ് ആണ് പ്രൊട്ടസ്റ്റിന് ലീഡ് ചെയ്ത് നിന്നത്. അതൊക്കെ. ഇനി ലാൽ ബാൽപാലിൽ ബാക്കി 2 പേര് ആരൊക്കെയാ? ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ് ആണ്. ബാക്കി 2 പേര് ആരൊക്കെയാണ്? ബാലാരാ? ബാലഗംഗാധര തിലക്. അപ്പൊ പാലാരാ? പാലാരാ? ബിപിൻ ചന്ദ്രപാൽ. അപ്പൊ തെറ്റിക്കരുത് കേട്ടോ. ലാൽ ബാൽപാൽ. അതിലെ ലാലാ ലജ്പത് റായ് ആണ് സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്യുന്നത്.
അതിൽ ലാലാ ലജ്പത് റായിക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതുവഴി അദ്ദേഹം എന്ത് ചെയ്തു, ലാത്തി ചാർജിൽ മരിച്ചൊക്കെ പോകുന്നുണ്ട്. മരിച്ചു പോകുന്നതൊക്കെ എന്ന് വെച്ചാൽ ആ ലാത്തി ചാർജിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടൊക്കെയാണ് ലാലാ ലജ്പത് റായ് മരിച്ചൊക്കെ പോകുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാല്, ഇന്ത്യക്കാരെ എല്ലാവരെയും ബ്രിട്ടീഷ് റൂളിന് എതിരായിട്ട് യുണൈറ്റ് ചെയ്ത് നിർത്തുന്നതിന് സൈമൺ കമ്മീഷൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഗവൺമെന്റ് സിസ്റ്റം, സെൽഫ് ഗവൺമെന്റ് വേണം എന്നുള്ളൊരു ഡിമാൻഡ് ഇന്ത്യക്കാർക്കിടയിൽ ശക്തമാകുന്നതിനും സൈമൺ കമ്മീഷൻ കാരണമായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് 1928 നെഹ്റു റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ഇതൊന്നും നമ്മുടെ ഈ നോട്ടിനകത്തില്ല, ഞാൻ ജസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞതാണ്. വേണമെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോളുക. ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഇതുവരെയും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കറിയാലോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് ഇത്തവണ കുറച്ച് ഹാർഡ് ആയിരിക്കും, ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ എക്സാമിന്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്നിരുന്നാലും അവ ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. സോ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ലാലാ ലജ്പത് റായ് ആണ് സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റിൽ ലീഡ് ചെയ്തത്. പിന്നെ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ഉണ്ടാകുന്നത്, നെഹ്റു റിപ്പോർട്ട് 1928 വരുന്നത് എന്നൊക്കെയുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? സൈമൺ കമ്മീഷൻ ഓക്കെ ആയോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലെ? ഏതെങ്കിലും ഒന്നുകൂടി പറയണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ കമ്മ്യൂണൽ അവാർഡ്സ് ആണ് 1932. ഇത് റാംസെ മക്ഡൊണാൾഡ് എന്നാണ് കേട്ടോ. ഇവിടെ ഒരു ഡി കൂടി ഉണ്ട്, ടൈപ്പിംഗ് എറർ ആണ്. ഇവിടെ ഒരു ഡി കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഡി കൂടി നിങ്ങൾ ആഡ് ചെയ്ത് വെക്കണേ. ഇവിടെ ഒരു ഡി കൂടി ഉണ്ട് കേട്ടോ. ഈ കമ്മ്യൂണൽ അവാർഡ് അനൗൺസ് ചെയ്തത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള റാംസെ മക്ഡൊണാൾഡ് ആണ്. ഇനി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മൈനോറിറ്റീസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള ഒരു സിസ്റ്റമാണ്. അപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റീസ് ആരൊക്കെ ആയിരിക്കും? ഈ പറയുന്ന കമ്മ്യൂണൽ അവാർഡ്സിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റീസ് ആരൊക്കെ ആയിരിക്കും? ഏതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്? ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്ത് തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആരൊക്കെയായിരിക്കും ഈ കമ്മ്യൂണൽ അവാർഡ്സിനകത്തുള്ള കമ്മ്യൂണിറ്റീസ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റീസ് ആരൊക്കെയാ? മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ആരൊക്കെയാ? ഇപ്പോഴത്തെ ആണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, സിഖ്സ് ഉണ്ട്. തീർന്നോ? മുസ്ലിംസ്, ക്രിസ്ത്യൻ, സിഖ്സ് ഉണ്ട്. ഇതിപ്പോ ഞാൻ 1932 കേട്ടോ പറയുന്നത്. മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, സിഖ്സ് ഉണ്ട്. പിന്നെയോ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, സിഖ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയെ വിട്ടല്ലോ. ഈ കമ്മ്യൂണൽ അവാർഡിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയിലില്ലേ? ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡർ. ദളിറ്റ്സിനുണ്ട് അല്ലെ? അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാരാ? ദളിറ്റ്സിന് കമ്മ്യൂണൽ റൈറ്റ്സ് കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളാരാ? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അല്ലെ? വെരി ഗുഡ്, ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അപ്പൊ ഡിപ്രസ്ഡ് ക്ലാസസ് അല്ലെങ്കിൽ ദളിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാറ്റഗറി കൂടി ഉണ്ട്. ആ ഒരു കാറ്റഗറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ വളരെയധികം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു ഇവര്. ആരാണ്? ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ആംഗ്ലോ ഇന്ത്യൻസും ഇതിന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ ആംഗ്ലോ ഇന്ത്യൻസിന് ഇവിടെ റെപ്രസെന്റേഷൻ ഇല്ല. ആക്ച്വലി നമ്മുടെ ലോക്സഭയിലൊക്കെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. മൊത്തം 545 സീറ്റ്സ് ഉള്ളതിൽ 543യും സാധാരണ ബാക്കിയുള്ള റിസർവേഷനും ഒക്കെ ആയിട്ട് പോയിട്ട് 2 സീറ്റുകൾ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരുന്നു. എന്നാൽ നമ്മളുടെ എന്താണ് പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ ആണ് അല്ലെ? നമ്പർ ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് പീപ്പിളിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ റെപ്രസെന്റേഷൻ ചൂസ് ചെയ്യുന്നത്. സോ ഇന്ത്യയില് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേഷൻ വളരെയധികം കുറഞ്ഞത് കൊണ്ട് തന്നെ ആ 2 നമ്പേഴ്സും അല്ലെങ്കിൽ ആ 2 മെമ്പേഴ്സിന്റെ എണ്ണവും
ഇല്ലാതാക്കുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇപ്പം ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ലോക്സഭ എന്ന് പറയുന്നത് 543 ആണ് അല്ലെ. നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇങ്ങനൊരു മാറ്റം സംഭവിച്ചത്? ഇങ്ങനൊരു മാറ്റം സംഭവിച്ച കാര്യം അറിഞ്ഞിരുന്നോ? ഇപ്പൊ 545 മെമ്പേഴ്സ് ഉണ്ടോ ലോക്സഭയിൽ? 545 ഇല്ല, 543 ആണുള്ളത്. 2 ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ എടുത്തു കളഞ്ഞു അല്ലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മുടെ കമ്മ്യൂണൽ അവാർഡ്സിനകത്ത് വരുന്ന കമ്മ്യൂണിറ്റീസ് മുസ്ലിംസ് ഉണ്ട്, സിഖ്സ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്, ഡിപ്രസ്ഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ ദളിറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ കമ്മ്യൂണൽ അവാർഡിനെ സപ്പോർട്ട് ചെയ്തയാൾ അംബേദ്കർ ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയുണ്ട്. അതാരാന്നറിയാമോ? ഈ കമ്മ്യൂണൽ അവാർഡിനെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയുണ്ട്. അതാരാ? കമ്മ്യൂണൽ അവാർഡിനെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ച വ്യക്തി ആരാ? ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്ത് തെറ്റിപ്പോട്ടെ, കുഴപ്പമില്ല. ഗാന്ധിയാണ് അല്ലെ. വെരി ഗുഡ്, ഗാന്ധിയാണ്. ഗാന്ധി കമ്മ്യൂണൽ അവാർഡിനെ ഒപ്പോസ് ചെയ്താണ് സംസാരിച്ചത്. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഏത് വരുന്നത്? ഈ ഗാന്ധി അംബേദ്കർ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പൂന പാക്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഗാന്ധിജിക്ക് പകരമായിട്ട് പൂന പാക്ടിൽ സൈൻ ചെയ്തത് ആരാണ്? ഇത് നോർമലി നമുക്ക് PSC ഒക്കെ ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്. സെറ്റിൽ ഇതുവരെയും ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ആരാണ് ഗാന്ധിക്ക് വേണ്ടിയിട്ട്, ഗാന്ധിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പൂന പാക്ടിൽ സൈൻ ചെയ്തത്? ഗാന്ധി നേരിട്ടല്ല സൈൻ ചെയ്തിരിക്കുന്നത്, ഗാന്ധിക്ക് വേണ്ടിയിട്ട് വേറൊരാളാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആരാണ് ഗാന്ധിക്ക് വേണ്ടി പൂന പാക്ടിൽ സൈൻ ചെയ്തത്? അറിയാമോ? ഗാന്ധിക്ക് വേണ്ടി പൂന പാക്ടിൽ സൈൻ ചെയ്ത് മദൻ മോഹൻ മാളവിയാണ് കേട്ടോ. എവിടെയെങ്കിലും എഴുതി വെച്ചോളുക, എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം പൂന പാക്ട് വരെ മനസ്സിലായോ? അതായത് ഈ കമ്മ്യൂണൽ അവാർഡിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് പൂന പാക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ കമ്മ്യൂണൽ അവാർഡ് എന്താണ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? ഏർവാദ ജയിലിൽ വെച്ചിട്ട് ഈ എന്താണ് നിരാഹാര സമരം അല്ലെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസും ഡിപ്രസ്ഡ് ക്ലാസസ് ലീഡേഴ്സും ഒക്കെ ആയിട്ട് തമ്മിലൊരു എഗ്രിമെന്റ് ഒക്കെ വെക്കുന്നതും ഈ പൂനെ പാക്ട് സൈൻ ചെയ്യുന്നത്. അതായത് എപ്പോഴും കമ്മ്യൂണൽ റെപ്രസെന്റേഷന് എതിരായിട്ടാണ് ഗാന്ധിജി നിൽക്കുന്നത്. അപ്പൊ ഗാന്ധിജി അതിന് പറയുന്ന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സിറ്റുവേഷൻ പിന്നെയും വളരെ കഷ്ടപ്പാടിലേക്ക് എത്തത്തുള്ളൂ, ഇല്ലെങ്കിൽ അവരെ വീണ്ടും ഇങ്ങനെ ഈ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതൊരു കാര്യമായിട്ട് മറ്റുള്ള ഈ ഡിപ്രസ്ഡ് ക്ലാസസ് ലീഡേഴ്സിന്, അംബേദ്കറിനെ പോലെയുള്ള ലീഡേഴ്സിന് തോന്നിയിട്ടില്ല. കാരണം അവരുടെ റെപ്രസെന്റേഷൻ വേണ്ടെടുത്ത് അവരുടെ റെപ്രസെന്റേഷൻ വേണമെന്ന് തന്നെയായിരുന്നു ഇവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിയും അംബേദ്കറും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുന്നതും. ആൻഡ് കമ്മ്യൂണൽ അവാർഡ് പിൻവലിച്ചില്ലെങ്കിൽ അത് ഞാൻ നിരാഹാര സമരം ചെയ്യും എന്ന് പറഞ്ഞ് ഡൽഹി ഏർവാദ ജയിലിൽ വെച്ചിട്ട് ഗാന്ധി നിരാഹാര സമരമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ അവസാനമായിട്ടാണ് പൂന പാക്ട് വരുന്നതും ഇവർ തമ്മിൽ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. പക്ഷെ ഗാന്ധി നേരിട്ട് സൈൻ ചെയ്യുന്നില്ല, മദൻ മോഹൻ മാളവിയാണ് ഗാന്ധിക്ക് പകരമായിട്ട് പൂന പാക്ടിൽ സൈൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ആണോ? പൂന പാക്ട് വരെ ക്ലിയർ ആയോ? ഓഡിബിൾ ആണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാഞ്ഞിട്ടാണോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത്? ഓക്കെ ആയി. ഇന്നത്തെ ടോപ്പിക് എല്ലാം ക്ലിയർ ആയി. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ്, വലിയൊരു ആക്ട് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ തീരത്തില്ല, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഒന്നുകൂടി എല്ലാം ഒന്ന് പറയണോ? പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഒന്നുകൂടെ പറയണോ? ആദ്യം മുതൽ ഒന്നുകൂടെ പറയണോ?
ഓക്കെ ആണോ? ഏതെങ്കിലും പറയേണ്ടതുണ്ടോ? ക്ലിയർ ആണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്ക്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. എക്സ്ട്രാ ഇൻഫർമേഷൻ പറഞ്ഞൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്തേക്ക്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്കൊരു ഫെമിലിയാരിറ്റി ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നാളെ ക്ലാസ് ഉണ്ടാവില്ല, നാളെ വിഷു ആണല്ലോ, നാളെ ക്ലാസ് ഉണ്ടാവില്ല. നെക്സ്റ്റ് വിഷുവിന്റെ പിറ്റേ ദിവസമായിരിക്കും ഇനി ക്ലാസ് ഉണ്ടാവുക. ഓക്കെ.